രാജ്യദ്രോഹി, ചതിയൻ, ദേശദ്രോഹി. ഇന്ത്യക്ക് മികച്ച ബ്യൂറോക്രാറ്റ്സിന്റെ കുറവുണ്ട്. ഉദ്യോഗസ്ഥനായാൽ നട്ടല് വേണം. ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി യുദ്ധവെറിയരുടെ ശത്രുവായത് നിമിഷങ്ങൾക്കുള്ളിലാണ്. മിസ്രിയും മിസ്രിയുടെ കുടുംബവും അവർക്ക് ശത്രുക്കളായി. മിസ്രിയുടെ മകളുടെയും പൗരത്വത്തെ അവർ ചോദ്യം ചെയ്തു. റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി മിസ്രിയുടെ മകൾ ചെയ്ത നിയമസഹായം ചൂണ്ടിക്കാട്ടി അധിക്ഷേപം തുടർന്നു. യുദ്ധ മിസൈലുകളെക്കാൾ വേഗതയിൽ പതിച്ച വാക്ഷരങ്ങൾ ഏൽക്കാനാകാതെ ഒടുവിൽ മിസ്രിക്ക് സ്വന്തം അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ടി വന്നു. ഇന്ത്യ പാക് വെടിനിർത്തൽ പോലെ നയതന്ത്ര തലത്തിലെടുക്കുന്ന ഒരു വലിയ തീരുമാനം ഒരിക്കലും വിദേശകാര്യ സെക്രട്ടറിയല്ല, രാജ്യം ഭരിക്കുന്ന സർക്കാർ എടുക്കുന്നതാണെന്നിരിക്കെയാണ് വെടിനിർത്തൽ തീരുമാനം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ മിസ്രിക്കെതിരെ തിരിയുന്നത്. വിദേശകാര്യ സെക്രട്ടറി അനുകൂലിച്ച് BJP സർക്കാരോ കേന്ദ്രമന്ത്രിമാരോ രംഗത്തെത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ തന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിക്കുക മാത്രമാണ് മിസ്രി ചെയ്തത്. രാജ്യത്തിന്റെ ക്ഷേമത്തിനും താല്പര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യത്തെ കെടുത്തുന്നതാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾ. ഇന്ന് മിസ്രി ആണെങ്കിൽ നാളെ തങ്ങൾക്ക് ഹിതമല്ലാത്തത് പറയുന്ന മറ്റൊരാൾ. 2011 വിദേശകാര്യ സെക്രട്ടറി സ്ഥാനത്ത് വിരമിച്ച നിരുപമ മേനോൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു: ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്റെ പേരിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയെയും കുടുംബത്തെയും പരിഹസിക്കുന്നത് തികച്ചും ലജ്ജാകരമാണ്. ഇന്ത്യയെ പ്രൊഫഷണലിസത്തോടെയും ദൃഢനിശ്ചയത്തോടും കൂടി സേവിച്ച ആത്മസമർപ്പണമുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് മിസ്രി. അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ഒരു കാരണവുമില്ല. മകളെ അപമാനിക്കുന്നതും പ്രിയപ്പെട്ടവരെ അധിക്ഷേപിക്കുന്നതും മാന്യതയുടെ എല്ലാ അതിരുകളെയും ലംഘിക്കുന്നു. ഈ വിഷലിപ്തമായ വിദ്വേഷം അവസാനിപ്പിക്കണം. നമ്മുടെ നയതന്ത്രജ്ഞരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുക, അവരെ തകർക്കരുത്. 2011 വിദേശകാര്യ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച നിരുപമ മേനോൻ റാവു എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: തങ്ങളുടെ കടമ സത്യസന്ധമായി നിർവഹിക്കുന്ന പൊതുജന സേവകർക്കും കുടുംബത്തിനുമെതിരായ അനാവശ്യ സൈബർ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് IAS ഓഫീസേഴ്സ് അസോസിയേഷൻ മിസ്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. അസോസിയേഷൻ മാത്രമല്ല, 1989 ബാച്ചിലെ ഇന്ന് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സിവിൽ സർവൻസും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചു കഴിഞ്ഞു. രാജ്യത്തെ പ്രമുഖ വ്യക്തികളും അസാദുദ്ദീൻ ഒവൈസിയും ശശി തരൂരും അഖിലേഷ് യാദവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അനാവശ്യമായ പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ രംഗത്തെത്താത്തതിനെ വിമർശിച്ചു. അതൊക്കെ ചോദ്യം ചെയ്തും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവും സൈബർ അറ്റാക്കിനെ അപലപിച്ച് സച്ചിൻ പൈലറ്റും രംഗത്ത് വന്നു. മിസ്രി മാത്രമല്ല, പഹൽഗാം ആക്രമണത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഹിമാൻഷി നർവാളിനും നേരിടേണ്ടി വന്നത് സമാനമായ സൈബർ ആക്രമണമാണ്. വിദ്വേഷം പ്രചരിപ്പിച്ച അക്രമത്തിന് ആഹ്വാനം ചെയ്യരുതെന്ന് പ്രസ്താവിച്ചതിന്റെ പേരിലാണ് ഹിമാൻഷി ഭർത്താവ് നഷ്ടപ്പെട്ട നവവധുവിനെ ചേർത്ത് പിടിച്ചവരാൽ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെട്ടത്. ദേശീയത എന്ന വികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഒരു പക്ഷം മുതിരുന്നത്. ഇത് ശരിക്കും ഖേദകരമാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവ് അഭിപ്രായപ്പെട്ടതുപോലെ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഈ കപട ദേശീയത ഇന്ത്യ നേരിടുന്ന ഒരു ഭീഷണി തന്നെയാണ്. നമ്മെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആ ജീർണത നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. മിസ്രിക്കെതിരായ സൈബർ ആക്രമണം കണ്ണു തുറപ്പിക്കുന്നതാണ്. യുദ്ധവരെയും വിദ്വേഷ പ്രചരണവും മാത്രമല്ല ഈ സൈബർ അറ്റാക്ക് ഉയർത്തിക്കാട്ടുന്നത്. സംസ്കാര സമ്പന്നരായ ഇന്ത്യക്കാർക്കില്ലാത്ത ഡിജിറ്റൽ സാക്ഷരതയുടെ, ഡിജിറ്റൽ സംസ്കാരത്തിന്റെ കൂടി അഭാവമാണ്.